ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു ദ ഹാങ്ങിങ് സ്ട്രോബെറി ഗാർഡൻ. ഇതിന് മുൻപ് ഒരു വർഷം മുന്നേ, അതായത് എനിക്ക് തോന്നുന്നു മാർച്ച് 2023 നമ്മൾ വന്ന സമയത്ത് ഇത്ര തന്നെ എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. ആകെ പിന്നിൽ കാണുന്ന സ്ട്രോബെറി ഗാർഡൻ്റെ ആ ഒരു ഏരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൂടാതെ അപ്പുറവും ഇപ്പുറമൊക്കെ ആയിട്ട് റോസ് ഗാർഡൻ എന്നൊക്കെ കണ്ടിരുന്നു, പക്ഷെ നമ്മൾ അവിടെ ഒന്നും കാണാൻ പോയിട്ടില്ല. ബട്ട് ഇപ്പോൾ ഇത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വിത്ത് ബോർഡ് ആൻഡ് ഡയറക്ഷൻസ് ഒക്കെ തന്നുകൊണ്ട് ഒരു അട്രാക്റ്റീവ് വീക്കെൻഡ് സ്പോട്ട് എന്ന് തന്നെ പറയാം. ആ രീതിയിൽ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഈ റീഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കാം. മുൻപ് നമ്മളിവിടെ വന്നപ്പോൾ ഫ്രീ എൻട്രി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ആ മെയിൻ എൻട്രൻസിൽ ഒരു 40 റിയാൽ നമുക്ക് പേ ചെയ്യാനുണ്ടായിരുന്നു. ഇത് ഫിക്സ്ഡ് എമൗണ്ട് ആണോ എന്നറിയില്ല, ബട്ട് നമ്മുടെ ഫാമിലി ആസ് എ ഹോൾ ഒരുമിച്ച് 40 റിയാൽസ് തന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫീ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഗാർഡൻ ഏരിയാസും നമുക്ക് കാണാം. സ്ട്രോബെറി ഗാർഡനിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആൾ നല്ലൊരു മയക്കത്തിലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ശബ്ദവും ബഹളമൊക്കെ കാരണം ആൾ എണീറ്റ് നിന്നു. എങ്കിലും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിനെന്തോ ഒരു വയ്യായ്ക ഉണ്ട്, സുഖമില്ലാതെ ക്ഷീണിച്ച് കിടക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. ആൻഡ് യെസ്, നൗ വി ആർ ഹെഡിങ് ടു ദ ഹാങ്ങിങ് സ്ട്രോബെറി ഗാർഡൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു കൂൾ ഫീലിംഗ് ആണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വരിയായി സ്ട്രോബെറി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് അതിൻ്റെ നടുവിലൂടെ നടക്കുന്നത് ഒരു സ്പെഷ്യൽ വൈബാണ്. മിക്കവാറും എല്ലാവരും സ്റ്റാർട്ടിംഗ് പോയിന്റിലാണല്ലോ കയറുന്നത്. അങ്ങോട്ട് എൻഡിലേക്ക് ആകുമ്പോഴാണ് നമുക്ക് ശരിക്കും ക്വാണ്ടിറ്റി കാണുന്നുള്ളൂ. ഇപ്പോൾ നല്ലോണം വിസിറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ കയറി ഉടനെയുള്ള റോസിലൊക്കെ സ്ട്രോബെറി കുറവാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഒളിച്ചിരിക്കുന്നു നല്ല അടിപൊളി സ്ട്രോബെറീസ്. ഇതിങ്ങനെ ഫ്രഷ് ആയിട്ട് പറിച്ച് കഴിക്കുന്നതിൻ്റെ രസം ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ ഈ കുഞ്ഞ് സ്ട്രോബെറി ഇല്ല, അത് ഭയങ്കര സ്വീറ്റാണ് കേട്ടോ. ഡാഡി ബോക്സ് എവിടെ നിന്ന് കിട്ടി? ഫ്രീയാ? ഒരു ബോക്സ് 30. ആ, ഓക്കെ. അപ്പം നമുക്ക് അതിൽ എത്ര വേണമെങ്കിലും പറിച്ചിടാം. ഒരു ബോക്സിന് 30 റിയാലാണ് വരുന്നത്. നമ്മൾ 2 ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ശരി, ഇത് വളരെ വേർത്താണ്. കാരണം ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് എല്ലാവർക്കും തന്നെ ഇത് ഫ്രീ ആയിട്ട് ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് പറിച്ച് കഴിക്കാം. പിന്നെ ആ ബോക്സ് തന്നെ അവർ നിറഞ്ഞ് തുളുമ്പുന്ന രീതിയിലാണ് സ്ട്രോബെറി കളക്ട് ചെയ്യുന്നത്. ഇവിടെ കുട്ടികളൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട്, അവർക്ക് സ്ട്രോബെറി ഒന്നാമത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിലി സ്ട്രോബെറി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യെസ്, അടിപൊളി സ്ട്രോബെറി ഫ്രഷ് ആയി കഴിച്ച് നമ്മളും ആസ്വദിക്കുന്നു. ആൻഡ് വി ആർ സ്റ്റിൽ കളക്ടിങ്. സൺസെറ്റ് വരെയാണ്. അതൊരു 6 മണിയാകുമ്പോൾ ഇവർ ക്ലോസ് ചെയ്യും. അപ്പോൾ സമയം കഴിയാനായപ്പോൾ പിന്നെ നമ്മുടെ കുറച്ച് സ്പെഷ്യൽ വീഡിയോഗ്രാഫി ഉണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ കാണുന്നത്. തിരിച്ചു പോകുന്ന സമയത്ത് ആ കൗണ്ടറിൽ നമ്മൾ കളക്ട് ചെയ്ത സ്ട്രോബെറീസ് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഓവർ ഫിൽഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റി അതിന് പാകത്തിന് വെച്ചിട്ടാണ് അത് തരുന്നുള്ളൂ. മാത്രമല്ല ആ കൗണ്ടറിൽ ഫ്രഷ് സ്ട്രോബെറി ജ്യൂസ് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫിഗ് ഗാർഡൻ, ചെറി ടൊമാറ്റോസ് ഗാർഡൻ, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ചധികം സമയം ഈ സ്ട്രോബെറി ഗാർഡനിൽ തന്നെ സ്പെൻഡ് ചെയ്തതുകൊണ്ട് നമുക്ക് അവിടേക്കൊന്നും പോകാൻ പറ്റിയില്ലായിരുന്നു. ബട്ട് യെസ്, ദ ടൈം വാസ് വർത്ത് ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉപയോഗിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അങ്ങോട്ട് എത്താനാവുന്ന സമയത്ത് ഒരു യു ടേൺ ഉണ്ട്. ആ യു ടേൺ എടുക്കാതെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി അടുത്ത യു ടേൺ എടുക്കുന്നതാണ് കറക്റ്റ്. കാരണം ഈ ലൊക്കേഷൻ പ്രകാരം വരുമ്പോൾ നമ്മൾ എത്തുന്ന വഴി അവിടുന്ന് നമുക്ക് ഈ എൻട്രൻസ് കാണാൻ പറ്റും, പക്ഷെ വണ്ടി അങ്ങോട്ട് പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട്, അതായത് കുറേ ഷോപ്സും പെട്രോൾ പമ്പൊക്കെ വരുന്നൊരു ഏരിയ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ടേൺ എടുക്കാൻ പാടും. സോ എല്ലാ സ്ട്രോബെറി ലവേഴ്സിനും ഒരു അടിപൊളി വീക്കെൻഡ് ലൊക്കേഷനാണ്. ഫാമിലി ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ്. ഇഫ് യു ലൈക്ക് ഇറ്റ്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.